ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം നമുക്കെല്ലാവർക്കും നല്ല ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ കേട്ടോ. വേഗം വായോ. ചിക്കൻ ദം ബിരിയാണി, നമ്മൾ കോഴിക്കോട് നല്ല ചിക്കൻ ദം ബിരിയാണി. പിന്നെ ഈ ചിക്കൻ ദം ബിരിയാണി ഒന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴും നല്ല കുറച്ച് മുന്നേ തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പോൾ ചിക്കനും ബീഫും അൽഹംദുലില്ലാ എല്ലാം ഉണ്ടാക്കാനറിയാം. എന്തായാലും വന്ന മാറ്റങ്ങൾ, എത്ര പെട്ടെന്നാണല്ലോ മാറ്റങ്ങൾ വന്നത്. ഫുഡ് മെല്ലെ ഉണ്ടാക്കി തുടങ്ങിയാലും അത് കൂടുതലായിട്ട് ഉണ്ടാക്കി തുടങ്ങിയത് നമ്മൾ കൊറോണ ടൈം തന്നെ. അപ്പോൾ താങ്ക്സ് പറയേണ്ടത് കൊറോണ ടൈമിനോട് തന്നെ. അന്നുണ്ടാക്കാത്ത വിഭവങ്ങളില്ലയോ, എന്തൊക്കെയോ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും എന്തൊക്കെയോ പലതരം ഐറ്റംസും ഉണ്ടാക്കി നോക്കി വിജയിച്ചൊരു ടൈമായിരുന്നേ ആ കൊറോണ ടൈമെന്ന്. പിന്നെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന മൈൻഡ് നല്ല മൈൻഡാണ്, മൂഡൊക്കെ നല്ല ഓക്കെ ആണെങ്കിൽ ഫുഡിനും അത് ബാധിക്കും. കാരണം അടിപൊളി ഫുഡാവും, നമ്മൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പക്ഷെ മൂഡ് വല്ലാത്ത ഓഫാണെങ്കിൽ അത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനെ ബാധിക്കൂലേ? എങ്ങനെ വന്നാലും ബാധിക്കും. കാരണം എല്ലാം ഒന്ന് ഡൗൺ ആവും, ഫുഡും അത് ടേസ്റ്റ് കുറയോ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല. എനിക്ക് പേഴ്സണലായിട്ട് തോന്നലുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികം, എപ്പോഴൊന്നും എല്ലാവരും അങ്ങനെ ആവില്ല. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല എനർജി ആയിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു നല്ലൊരു മൂഡോടെ പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫുഡ്. പക്ഷേ അല്ലാത്ത ടൈമിൽ പോയാൽ നമുക്ക് മടിയും മൂഡ് ഓഫും എല്ലാം കൂടി ആയിപ്പോയാൽ ആ ഫുഡിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ കിച്ചണിൽ കയറി അടുക്കള പണിയെടുത്ത് ഈ ഫുഡ് ഉണ്ടാക്കും, പ്രിപ്പയർ ചെയ്യും, ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ അതൊക്കെ പഠിച്ച് ഇപ്പം അതാ സ്വന്തമായിട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കി ഒരുവിധമെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. ഓരോ പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാക്കും, വിജയിക്കും, തോൽക്കും. തോൽവികൾ സ്വാഭാവികം, തോൽവിയിലൂടെയാണല്ലോ വിജയം വരുന്നത്. അങ്ങനെതാ ഇന്ന് നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് വെറൈറ്റി റെസിപ്പി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെറൈറ്റി റെസിപ്പി ഒന്നല്ല, സാധാ ഒരു ചിക്കൻ ബിരിയാണി, എല്ലാവർക്കും അറിയുന്ന ബിരിയാണി തന്നെ. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ലേശം മുളക് പൊടി, മുളക് പൊടി വേണ്ട, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരിഞ്ജീരകപ്പൊടിയും കുറച്ച് തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മുളക് അരച്ച് വെച്ചതും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനിൽ ഇത്തിരി പുളിയൊക്കെ പിടിച്ചോട്ടെ. പിന്നെ നേരെ ഒരു പോട്ട് വെച്ച് ഓയിൽ, വെളിച്ചെണ്ണ, നെയ്യ് ഇത് മൂന്നും കൂടി മിക്സാക്കിയിട്ട് കറാമ്പു, കറുവപ്പട്ടയും ഏലക്കായ ഒന്ന് ചതച്ചതും ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉള്ളി എത്രത്തോളം നന്നായിട്ട് വഴണ്ടി വരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അത് മസ്റ്റാണ് കേട്ടോ. ഉള്ളി അല്ലാതെ പിന്നെ ചെറിയ നൈസാക്കി ഉള്ളി അരിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടും വരും. അത് നന്നായി ഒന്ന് വഴണ്ട് വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരച്ചതൊട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് വേഗം തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിയില, പുതിനയില, കരിവേപ്പില അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ഉള്ളി വഴറ്റിയ പോലെ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടങ്ങി വരുന്നു. അപ്പോൾ നല്ല ഗ്രേവി, നല്ല ടേസ്റ്റായിരിക്കും ഇതിൻ്റെ മസാല. പിന്നെ വേഗം പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം, കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും തൈരും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ പൊടികളൊക്കെ കുറച്ച് ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ഈ കൂടുതൽ പൊടികളിടുമ്പോൾ അത് ഭയങ്കര ഒരു കുത്തൽ വരും മസാലയ്ക്ക്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് വളരെ കുറച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് വരും ബിരിയാണിക്ക്. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കണം. കാരണം ചിക്കനിൽ ഉപ്പുണ്ട്, ഉള്ളി വയറ്റുന്നതിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ ഈ ഉപ്പ് പാകം നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് മുളക് മിക്സിയിൽ അരച്ച് വെച്ചതിൻ്റെ മിക്സി ഒന്ന് കഴുകല്ലോ, ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കുറച്ചിട്ടോ ഒരു നുള്ള വെള്ളം അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ അതവിടെ മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ അതൊന്ന് കുക്കായി വരട്ടെ. പിന്നെ എപ്പോഴും നെയ്ച്ചോറാക്കിയിട്ടാണ് ഞാൻ പണ്ടൊക്കെ ദമ്മിടൽ, ബിരിയാണി വെക്കൽ നെയ്ച്ചോറ് വെച്ചിട്ട്. പക്ഷേ ഇപ്പം മാറി. കാരണം അതിനെക്കാട്ടും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഊറ്റി വെക്കുന്നതാണ്. അപ്പോൾ വേഗം ഞാൻ എന്ത് ചെയ്ത് 3 ഗ്ലാസ് അരിക്കുള്ള 6 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ അതിൽ ഊറ്റി വെക്കുന്നത് കൊണ്ട് 5.5 ഗ്ലാസ് വെള്ളം എടുത്ത് 3 ഗ്ലാസ് അരി കൊടുത്ത് അരി വേഗം ഒന്ന് കഴുകി വെച്ച്, അരി നന്നായിട്ട് കഴുകി നല്ലോണം ഊറ്റി വെച്ച്, വെള്ളമൊന്നും പൊയ്ക്കോട്ടെ, നല്ലതായിട്ട് ഊറ്റി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. പിന്നെ വേഗം അടുപ്പത്തേക്ക് വെള്ളം വെച്ച്
ഓയിലും നെയ്യും ഒഴിച്ച് കറാമ്പു കറുവപ്പട്ട ഏലക്കായ ഉപ്പും ഇട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് ഈ ചിക്കൻ്റെ നമ്മൾ വെന്ത് വരുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ആ വെള്ളം ഈ വെള്ളം കുറച്ച് വെച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതും വെച്ച് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കുക. ഈ അരി കഴുകി ഊറ്റി വെക്കുമ്പോൾ അതിലെ വെള്ളമൊക്കെ പൊയ്ക്കോളൂ. അപ്പോൾ പിന്നെ കൂടുതൽ വെള്ളം വരില്ല. ഇതിനാണ് ഈ സംഭവം ചെയ്യുന്നത്. അല്ലാതെ സാധാ ചെയ്യണ പോലെ നെയ്ച്ചോറ് വെക്കണ പോലെ ആദ്യം ഓയിലൊഴിച്ച് കറുവപ്പട്ട ഏലക്കായൊക്കെ ഇട്ട് പിന്നെ അരി മൂപ്പിക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് തിളച്ച അരി ഇട്ട് സാധാ നെയ്ച്ചോറ് പോലെ വെക്കുക. ഇത് ഞാൻ വേറൊരു ഊറ്റി വെക്കുക എന്നുള്ള ലെവലിൽ വെക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ അരി കഴുകി ആദ്യം തന്നെ ഊറ്റി വെച്ചത്. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് വേഗം ഒരു സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ച്. കാരണം തൈര് വേണ്ട, നല്ല കട്ടപ്പുളിയുള്ള തൈര് ഇട്ടേരും. പിന്നെ ഈ കൂറ്റ് വളരെ മോശമാണ്. ഈ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് അലർജി വരും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് ഈ കൂറ്റിന് വരുന്നത്. എന്തൊക്കെയൊക്കെ ഒരു മിസ്റ്റേക്ക്. ഈ രാവിലെ നേരം വെളുത്ത് മോളെ മദ്രസയിൽ പറഞ്ഞയച്ച അപ്പം തുടങ്ങും കുറച്ച് തുമ്മലും മൂക്കടപ്പും. ഒരു 10 മണി വരെ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പോകും. ഇതൊരു സ്ഥിരമാണ് ഇവിടെ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് സൗണ്ടിനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ സാലഡിലേക്കുള്ള വേഗം സെറ്റാക്കി ക്യാരറ്റ്, തക്കാളി, ഉള്ളി ഇത് 3 കൂടി ഇട്ടിട്ടാണ് ഇന്ന് തൈര് സാലഡ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടാക്കാറില്ല. കാരണം എനിക്ക് ബിരിയാണിയിലേക്ക് തൈരിനോട് തീരെ താല്പര്യമില്ല. ഞാൻ കഴിയണതും തൈര് ഒഴിവാക്കും. പക്ഷെ ഉമ്മനോട് നന്നായിട്ട് ചീത്ത കേൾക്കും, ഞങ്ങൾക്ക് കുറച്ച് തൈര് ഉണ്ടാക്കിക്കൂടെ മക്കൾക്കൊക്കെയാണ്. അപ്പം ഇന്നിപ്പോൾ ആ ചീത്ത വെറുതെ കേൾക്കണ്ടല്ലോ വിചാരിച്ച് വേഗം തൈര് സെറ്റാക്കി കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഈ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസൊക്കെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ തൈര് സെറ്റാക്കി. ലേശം വെള്ളം ഒഴിച്ച് കേട്ടോ. ഒന്നത് കട്ട തൈരായതുകൊണ്ട് ഒന്നത് ലൂസാവാൻ വേണ്ടി ലേശം വെള്ളം ഒഴിച്ച് അതവിടെ സെറ്റാക്കി വെച്ച്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബിരിയാണീൻ്റെ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. മണം വന്നിരുന്നു. അത് കഴിഞ്ഞ് വേഗം വെള്ളം നന്നായിട്ട് തിളച്ച് അരി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തു. കാരണം ചില അരികളുണ്ട് പെട്ടെന്നൊന്ന് ഇളക്കാതാകുമ്പോഴത്തേനും ഇടുമ്പോൾ തന്നെ അടിയിലങ്ങോട്ട് പറ്റി വരുത്ത്. അപ്പോൾ അത് വേഗം ഇളക്കി നന്നായി സെറ്റായി. അപ്പോഴത്തേക്കും ദം ബിരിയാണിൻ്റെ നമ്മളെ ചിക്കൻ്റെ മസാല റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്ത് നേരെ ഇതിലേക്ക് ചോറ് അങ്ങനെ തന്നെ തട്ടാം. പിന്നെ ചോറ് നല്ലോണം വെന്തിട്ടില്ല, നേരിയ വേവാണ് കേട്ടോ. 2 തരം വേവിൽ ഇങ്ങനെ കടിക്കുന്ന ലെവലിലുള്ള വേവിലാണ് ഈ ചോറ് തട്ടുന്നത്. അത് തട്ടിയതിന് ശേഷം നന്നായിട്ട് തട്ടിക്കിട്ട് ദമ്മിട്ടെടുക്കുക. ദമ്മിട്ടുമ്പോൾ കുറച്ച് മല്ലിയില, അതിൽ കരിവേപ്പിലയും പുതിനയിലയും വേണ്ട, കുറച്ച് മല്ലിയില മാത്രമാക്കിയിട്ട് മാറ്റി വെച്ച മല്ലിയില ഒന്ന് വിതറി കൊടുത്ത് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഉള്ളി പൊരിച്ചതും അണ്ടിയും കിസ്മിസും വേണം കേട്ടോ. ഈ അണ്ടിയും കിസ്മിസും ഞാൻ വാങ്ങാൻ മറന്നത് കൊണ്ട് ഈ ഉള്ളി പൊരിച്ചതും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ 2 സംഭവം ഇതിലേക്ക് വെച്ചിട്ടില്ല. ഇത് മാത്രം മല്ലിയിലയും പൊടിയും മാത്രം ഇട്ട് നന്നായിട്ട് ദമ്മിട്ട് വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു ഇഞ്ചിക്കുത്തിയും വെച്ച് അതവിടെ ലോ ഫ്ലെയിമിൽ ദമ്മിന് വെച്ച്. ടൈമൊന്നും കറക്റ്റല്ല, പക്ഷേ ടൈമല്ല, ആ ഒരു ആവി വരുന്ന ടൈമുണ്ടല്ലോ അത് വെച്ച് ദം ബിരിയാണി ഇവിടെ സെറ്റായി. പിന്നെ നേരെ പാത്രത്തിലേക്ക് വിളമ്പാണ്. റൈസ് മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. അത് തുറന്ന പാട് അങ്ങനെ റൈസൊക്കെ വേഗം മാറ്റി വെച്ചതിൻ്റെ ശേഷം പപ്പടം പൊരിക്കണം. ഇവിടെ നിർബന്ധമാണ് ഒരു ബിരിയാണിക്ക് പപ്പടം. അത് ഏത് ബിരിയാണി ആയാലും ഞങ്ങൾക്കെല്ലാവർക്കും പപ്പടം ഒന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേഗം നല്ല പപ്പടം. ഈ പപ്പടമാണെങ്കിലും തീരെ പൊള്ളുന്നില്ല, എനിക്ക് പൊള്ളിയ പപ്പടം ഇഷ്ടം. ഇതെല്ലാം കൂടി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇവിടുത്തെ ദം ബിരിയാണിയൊക്കെ ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട്